ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാനും ഉമ്മയും കുട്ടികളെല്ലാവരും കൂടി ഇതാ കല്യാണത്തിന് പോവുകയാണ്. നമ്മുടെ ഇക്കയുടെ ഫാമിലിയിലുള്ളൊരു കല്യാണമായിരുന്നു. അപ്പോൾ ഒറ്റപ്പാലം മുരിക്കുംപറ്റ പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ ഈവനിങ് ഫങ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിന് ശേഷം ആൾക്കാരൊക്കെ കണ്ടു, കുറേ പേരെ കണ്ടു, സംസാരിച്ചു. അതിന് ശേഷം പിന്നെ നേരെ പോയത് ഫുഡ് സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് സെക്ഷനിലെത്തി. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ നല്ല മുന്തിരിയുടെ അച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ചോറിൻ്റെയൊക്കെ കൂടെ അങ്ങനെ മധുരം നമ്മൾ പുളിയിഞ്ചിയൊക്കെ കൂട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പത്തിരി, പൊറാട്ട, നൂൽപുട്ട്, ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ അതാ കുട്ടികളൊക്കെ കൂടി ഐസ്ക്രീമും അതുപോലെ പോപ്കോണ്, പഞ്ഞിമിഠായി, പിന്നെ ആ ഒരു നല്ല എരിവുള്ള ഒരു ചായ ഉണ്ടല്ലോ, ചുക്ക് കാപ്പി എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷിതുമോൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ സംസാരിച്ചും ഒക്കെ ചെയ്തു അവന്. പിന്നെ ഞങ്ങൾ പഞ്ഞിമിഠായി ഒന്നും ഞാൻ കഴിച്ചില്ല. ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും നമ്മൾ ചോറൊക്കെ കഴിക്കൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കുന്നത് ഒരു രസമല്ലേ. അങ്ങനെ ഇതാ കുട്ടികൾക്ക് പോപ്കോണും അതുപോലെ ഈ ഒരു പഞ്ഞിമിഠായൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പോപ്കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഷെയ്മോൻ എനിക്ക് കൊണ്ടു തന്നപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ പോരുന്ന സമയത്ത് ഞാനൊന്ന് മേടിച്ചു കേട്ടോ. അങ്ങനെ ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ചന്തമുണ്ട് കാണാൻ. അപ്പോൾ ഇനി പെണ്ണിനെയും ചെക്കനെയും വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ എൻട്രി ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരു സ്ട്രൈക്കും ഒരു കോപ്പിറൈറ്റും മേടിക്കാനുള്ള ആഗ്രഹം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മ്യൂസിക് കൊടുക്കുന്നില്ല കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു കാണാൻ. നിങ്ങൾ ഈ കളിക്ക് എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഇതിന് എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്, ഒരുപാട് പേര് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിനൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കരഞ്ഞ് കൊളാക്കി. ഇന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ബോറായി തോന്നും. ഞാനും വിക്കി നിന്നിട്ടുള്ള ഒരു ഫോട്ടോസിൽ പോലും കരയാത്തൊരു മുഖം എനിക്കില്ല. അത്രയും ബോറായിട്ടായിരുന്നു എൻ്റെ കല്യാണ ഫോട്ടോ ഒക്കെ കേട്ടോ. അങ്ങനെ ചെക്കനും പെണ്ണും എന്താ നമ്മുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫോണിൽ കാണാനേക്കാൾ ഭംഗി നമുക്ക് നേരിട്ട് കാണാനായിരുന്നു. പിന്നെ അങ്ങനെ പെണ്ണിനെയും ചെക്കനെയും സ്റ്റേജിലേക്കൊക്കെ കയറ്റി ഓരോരുത്തർ ഫോട്ടോ എടുക്കലും തിരക്കൊക്കെയാണ് കേട്ടോ. പിന്നെ വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇയാൾ എൻ്റെ നാട്ടിലുള്ള ഒരാളാണ് കേട്ടോ. എൻ്റെ അനിയനെ പോലെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ആരെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ പോയി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അങ്ങനെ ഞാൻ അവനായിരുന്നു ഫോട്ടോഗ്രാഫർ ഇട്ട്. പക്ഷെ അവൻ എന്നെ കണ്ടിരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയി പിന്നെ സംസാരിക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ഈ ഒരു ഡാൻസും കൂടി ഞങ്ങൾ കണ്ടു. അതിനുശേഷം 7 മണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോരാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇത്രേ കണ്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ കല്യാണ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ. നമ്മുടെ ലോങ് വീഡിയോസൊന്നും ആരും സപ്പോർട്ട് ചെയ്യണില്ല. അധികവും ഷോർട്സിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലല്ലേ അവരൊക്കെ എൻ്റെ വീഡിയോസ് കാണുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മോശമാണെങ്കിലും നല്ലതാണെങ്കിലൊക്കെ അഭിപ്രായം പറയണേ. അതും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഇതാണല്ലോ ഇത് അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ മാത്രം മതി കേട്ടോ. നമുക്ക് ഇഷ്ടമല്ലാതെ ആരെയും നിർബന്ധിച്ച് കാണിക്കണമെന്നില്ല. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.